ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഒരു 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് SSCൻ്റെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന്, നമുക്കറിയാം 12-ാം തീയതി മറ്റന്നാൾ നമ്മുടെ SSC CGLൻ്റെ പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സിറ്റി ഇൻറ്റിമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികളെന്ന് അറിയാൻ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവർ നേരത്തെ തുടക്കത്തിൽ നോക്കിയ സിറ്റി അല്ല ഇപ്പം നോക്കുമ്പോൾ കാണുന്നത്. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആയി എന്ന് പറയുന്നത് വലിയ മാറ്റമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആലപ്പുഴയൊക്കെ കിട്ടിയല്ല ആദ്യം എറണാകുളമൊക്കെ ഉള്ള ആൾക്ക് എക്സാക്റ്റ് ആലപ്പുഴ എന്നുള്ളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത്ര വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ കുറേ ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുത്ത സ്ഥലത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്നത് കണ്ടു. അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് നിങ്ങളൊന്ന് സമാധാനിക്കുക കേട്ടോ. കാരണം കഴിഞ്ഞ സെലക്ഷൻ പോസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് പല കുട്ടികളും മൈസൂർ, ഉടുപ്പിയിലൊക്കെ പോയിട്ടാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ നമുക്ക് SSC തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് നമ്മൾ കൊടുത്ത പ്രിഫറൻസ് ആ സ്ഥലത്ത് തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. കിട്ടിയാൽ കിട്ടി. ഇപ്പോൾ തന്നെ SSC നോട്ടിഫിക്കേഷനിൽ പറയുന്നത് വെച്ചാൽ 90% ആളുകൾക്കും കൊടുത്തു എന്നേ പറയുന്നുള്ളൂ. ബാക്കി 10% ആളുകൾക്ക് എന്ത് കിട്ടിയിട്ടില്ല, അവരുടെ 3 പ്രിഫറൻസിലും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഈ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ തന്നെ പരീക്ഷ എഴുതാൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് നോക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് കുട്ടികൾ ബോയ്സൊക്കെ പ്രത്യേകിച്ച് ഈ കോഴിക്കോടൊക്കെ ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസൊക്കെ പരീക്ഷ എഴുതി കോട്ടയം പോയിട്ടാണ്. അപ്പോൾ അതൊന്നും വലിയ ഇഷ്യൂ ആക്കിയിട്ട് എടുക്കണം. നമ്മൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എവിടെ പോയിട്ട് വേണമെങ്കിലും പരീക്ഷ എഴുതും. അപ്പോൾ കേരളത്തിൽ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ മറക്കുക. പരീക്ഷ എവിടെ ആയിക്കോട്ടെ നമ്മൾ പോയി പരീക്ഷ എഴുതുക. പരീക്ഷ എന്നാണോ അതിൻ്റെ തലേദിവസം തന്നെ, ഇപ്പോൾ ദൂരൊക്കെ ആണെങ്കിൽ പരീക്ഷ എന്നാണോ അതിൻ്റെ തലേദിവസം തന്നെ പോയിട്ട് റൂമൊക്കെ എടുത്ത് നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക എല്ലാവരും കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ അതിൻ്റെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ മറ്റന്നാൾ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മാരത്തോൺ, ഒരു മിനി മാരത്തോൺ നാളെ വൈകുന്നേരം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് കുറേ ക്വസ്റ്റൻസ് കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തതിന് പകരം എങ്ങനെയാണ് പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്, എങ്ങനെയൊക്കെയാണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ള ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്കും, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ നാളെ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ നമ്മുടെ SSC മലയാളി യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഓടിച്ചു പോവുക. പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് SSC MTS പരീക്ഷ വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കൊരു സന്തോഷ വാർത്തയാണ്. നമുക്കറിയാം SSC MTSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൽ വെറും റിപ്പോർട്ട് ചെയ്തത് 1000 വേക്കൻസിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് 4000, 5000 വേക്കൻസി ആയി. ഇന്ന് വീണ്ടും ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്, വേക്കൻസി 8000-ലോട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 1000 വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്രാവശ്യം വേക്കൻസി കുറവാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 10000 വേക്കൻസി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വെറും 1000 വേക്കൻസി ഉള്ളതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് അപ്ലൈ ചെയ്യാതെ ആളുകളുണ്ട്. അപ്പോൾ അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷ എന്തോ ആയിക്കോട്ടെ, SSCൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഉള്ള വേക്കൻസി ആയിരിക്കില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് കേട്ടോ. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേക്കൻസി എന്തായാലും കൂടും. കാരണം 1000 എന്ന് പറഞ്ഞാൽ വെറും ഒരു ഹവൽദാർ വേക്കൻസി മാത്രമാണ്. ബാക്കിയുള്ള MTSൻ്റെ വേക്കൻസി ഒക്കെ വരാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വേക്കൻസി കണ്ടപ്പോൾ പല ആൾക്കാരും സാറേ അന്ന് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നു, അങ്ങനെ പറഞ്ഞ ആളുകൾക്കുണ്ട്. നോക്കിയേ, വേക്കൻസി കൂടി നോക്കിയേ. 3 തരത്തിലാണ് MTSൻ്റെ പരീക്ഷ. ഒന്ന് 80x25 കാറ്റഗറി ഒരു പോസ്റ്റുകളുണ്ട്, 80x27 കാറ്റഗറി ഉണ്ട്, പിന്നെ ഹവൽദാറിൻ്റെ ഒരു പോസ്റ്റ്. ഈ 3 പോസ്റ്റ് നോക്കിയേ. അതിൽ 80x27 ടോട്ടൽ 6078 വേക്കൻസി ഉണ്ട്. അത് മാത്രം. അതിൽ കേരളത്തിൽ 103 വേക്കൻസി ഉണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് 308, പിന്നെ കർണാടക നോക്കുകയാണെങ്കിൽ 374, അങ്ങനെ ഒരുപാട് വേക്കൻസി കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളത് 80x27 ഏജിലുള്ള ആൾ കാറ്റഗറി നോക്കിയേ. അതിൽ 732 പോസ്റ്റുകളുണ്ട്. അതിൽ കേരളത്തിൽ 11 പോസ്റ്റുകളും, പിന്നെ തമിഴ്നാട്ടിൽ 49, കർണാടകയിൽ 23 പോസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് അതിൽ താഴെ വരുന്നതാണ് നമ്മുടെ ഹവൽദാർ പോസ്റ്റിൻ്റെ വേക്കൻസി. അതുകൊണ്ട് ടോട്ടൽ 1211. അതിൽ നമ്മുടെ കമ്മീഷണറേറ്റ് വരുന്നത് തിരുവനന്തപുരം കമ്മീഷൻ നോക്കിയേ 13 വേക്കൻസി അവിടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇത് 3 കൂടെ നോക്കുമ്പോൾ ടോട്ടൽ 8021. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തെ വേക്കൻസിൻ്റെ ഏകദേശം അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 10000 ആയിരുന്നു, ഇപ്രാവശ്യം 8000 അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് SSC MTSന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം ജസ്റ്റ്. കാരണം ഇപ്പോൾ ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം നമ്മുടെ ഒക്ടോബർ, നവംബർ ആയിരുന്നു നമ്മുടെ പരീക്ഷ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കലണ്ടർ കുറച്ച് നീണ്ടതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡിസംബർ മാസത്തിലൊക്കെ പരീക്ഷ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ 3 മാസം സമയമുണ്ട്. ആർക്കെങ്കിലും ഇനിയും പഠിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ CGLO CHLO പോലെയല്ല MTSന് മാത്സും റീസണിങ്ങും എന്താണ് ക്വാളിഫയിങ് പേപ്പേഴ്സാണ്. ആകെ നിങ്ങൾ GKയും ഇംഗ്ലീഷും മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. മാത്സും റീസണിങ് ക്വാളിഫയിങ് അത് എല്ലാവരും ക്വാളിഫൈ ആവുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ മാർക്കൊന്നും എവിടെയും കൂട്ടില്ല. പല ആൾക്കാർ മാത്സൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പഠിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളൊന്നും പഠിക്കാതിരിക്കേണ്ട. നിങ്ങൾ ഇംഗ്ലീഷും GK മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ആർക്കെങ്കിലും പഠിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ SSC മലയാളിൻ്റെ MTSൻ്റെ റെക്കോർഡർ ക്ലാസിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വെറും 1499 രൂപയുള്ളൂ. താല്പര്യമുള്ള ആൾ എന്ത് ചെയ്യുക, നമ്മുടെ SSC മലയാളി ആപ്ലിക്കേഷനിൽ പോയിട്ട് വിസിറ്റ് ചെയ്ത് നോക്കുക. അതിൽ MTSൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, അത് പർച്ചേസ് ചെയ്യും. ഇനി CGLൻ്റെ റെക്കോർഡർ ക്ലാസ്സുകൾ വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ ഓഫർ പോകുന്നുണ്ട്. 1999 രൂപയ്ക്ക് CGLൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡർ ക്ലാസ്സുകളായിട്ട് അതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. വേണ്ടവരെന്ത് ചെയ്യുക, നമ്മുടെ SSC മലയാളി ആപ്ലിക്കേഷൻ വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് അപ്ഡേറ്റ് പറയാനുള്ളത്. അപ്പോൾ ഈ വേക്കൻസി ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ നമുക്ക് CGLനൊക്കെ വേക്കൻസി കൂടും നമുക്ക് പ്രതീക്ഷിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. കൂടണം നിർബന്ധമൊന്നുമില്ല. MTS കൂടി എന്ന് വിചാരിച്ചായിട്ട് CGLന് വേക്കൻസി കൂടണമെന്നില്ല. പക്ഷേ CGL ഓൾറെഡി 15000-ഓളം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിൻ്റെ മുകളിൽ വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെക്കാളും അല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 18000 ആയിരുന്നു, ഇപ്രാവശ്യം 15000 ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും വേക്കൻസി കൂടും നമുക്ക് പ്രതീക്ഷിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ വൈകുന്നേരം മറക്കണ്ട, നാളെ വൈകുന്നേരം 5 മണിക്ക് ചെറിയൊരു മിനി മാരത്തോൺ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ ടോപ്പിക്കും ഒരു 1 അവർ വെച്ചിട്ട് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞുകൊണ്ട് ചെറിയ മിനി മാരത്തോൺ എല്ലാവരും അതിന്
പങ്കെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ സിറ്റി ഇൻറ്റിമേഷൻ എല്ലാവരും ഒന്നും കൂടെ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യും. പിന്നെ ഓക്കെ, എക്സാമിൻ്റെ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഇവിടെ ലിങ്കിൽ കൊടുക്കാം, ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ എക്സാം എഴുതുന്ന പഠിക്കുന്നത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ മറ്റന്നാൾ പരീക്ഷ തുടങ്ങുകയാണ്. പരീക്ഷ എഴുതുന്ന ആൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.